എന്തല്ല കർക്കിടം പറഞ്ഞില്ലേ, നമുക്കൊരു ഉണ്ട അടിക്കണ്ടേ? ഉണ്ടയില്ലാണ്ട് എന്ത് കർക്കിടം അല്ലേ? അപ്പം പിന്നെ എന്നാൽ നമുക്കൊന്ന് ഉണ്ട അടിച്ചാലോ? അതിന് വേണ്ടുന്ന സാധനമായി എടുത്തു വെച്ചത് പിന്നെ അരി, തേങ്ങ, ഉപ്പ്, ജീരകം, ഏലക്കായ, വെല്ലം, ഇത്രയേ വേണ്ടു. നമ്മളെ ഉണ്ടക്കത്രയല്ലേ വേണ്ടു. അപ്പം പിന്നെ നമുക്കെന്നാൽ ഇത് 1/2 കിലോ അരിക്ക് 1/2 കിലോ വെല്ലം, പിന്നെ 800 തേങ്ങയും അങ്ങനെയാണ് എടുത്തത്. അപ്പോൾ ഇത് നോക്കിയാട്ടെ, എൻ്റെ വെല്ലം ഇങ്ങനെയുള്ള കാണിക്കണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു പാത്രത്തിലിട്ടത്. കണ്ട 2 കളറായിപ്പോയി. എൻ്റെ അടുത്ത് വേറെ വെല്ലയില്ല, എനിക്കതിൽ പുറത്ത് പോയി വാങ്ങാനുള്ള ഇതുമില്ല. ഇവിടെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഒരു വീഡിയോ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനങ്ങ് ഇടിക്കുന്നു. നിങ്ങൾ കാണുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്തോളി, വേറെ രക്ഷയില്ല. പിന്നെ തേങ്ങ 800 ഗ്രാം ഉണ്ട്. ഇത് രണ്ടും 1/2 കിലോ, അതിന് 800 ഗ്രാം തേങ്ങ. അതെടുത്താലേ നമ്മളെ ഉണ്ട നല്ല ഉണ്ടയായിട്ടിങ്ങ് വരുള്ളൂ. പിന്നെ വെല്ലവും ജീരകം, ഏലക്കായ, ഇത്രയല്ലേ വേണ്ടു. എന്നാൽ പിന്നെ നമുക്ക് ആദ്യം അരി ഞാനിത് കഴുകി അരിച്ച്, ഇതിൽ 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ അരി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ആദ്യം കഴുകി വെള്ളം വാർത്ത് വെച്ചത് 1/2 മണിക്കൂറായിട്ട്. അപ്പം ഇത് 5 മിനിറ്റ് കൊണ്ട് വറുത്തെടുക്കാൻ പറ്റും ഞാൻ വിചാരിക്കുന്നത്. അത്രയും വറുത്താണ്ട് ഇത് മട്ട അരി, അത് അതിൻ്റെ കളറിങ്ങനെ പലകടം മട്ടയാണ് ഞാൻ എടുത്തത്. അപ്പം നിങ്ങൾ ഇതേപോലെ എടുത്തോളി. 5 മിനിറ്റ് വറക്കുമ്പോഴത്തേക്ക് ഇത് നല്ലോണം പൊരിഞ്ഞ് വരും. ഞാൻ 2 ദിവസം മുന്നേ പൊരിച്ചു തരാൻ എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ 5 മിനിറ്റ് ആദ്യം ലേശം ഹൈ ഫ്ലെയിമിലിടുക, പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ്. ലോ ഫ്ലെയിമിൽ ഇട്ടില്ലെങ്കിലും കൈ വെക്കാണ്ട് ഇളക്കിയാൽ മതി, പെട്ടെന്ന് നിങ്ങൾക്ക് ആയി കിട്ടും. 15 മിനിറ്റുമാണ്. ഞാനിത് 1/2 കിലോ അരി 3 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ ചീനച്ചട്ടിയാണെങ്കിൽ 2 ബാച്ചായിട്ട് വറുക്കാലേ. ഞാൻ പിന്നെ എനിക്ക് എൻ്റെ ഒത്ത വലിപ്പമുള്ള ചീനച്ചട്ടി, അപ്പോൾ അതുകൊണ്ട് 3 ബാച്ചായിട്ട് വറുത്തെടുക്കട്ടെ. പിന്നെ ഈ ഉണ്ട എന്ന് പറയുന്നൊരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയല്ലേ, ഭയങ്കര. നമ്മളെല്ലാം കാലത്താണേ ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം എന്ത് വിചാരിച്ചാലും ബേക്കറി പോയി വാങ്ങുന്നില്ലേ. പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്തിനേലും അടുക്കളയിൽ നിന്ന് വരണമെന്ന്. അപ്പം എൻ്റെ മക്കൾക്ക് ഇപ്പോൾ ഒരുവിധം മനസ്സിലായി. അല്ലെങ്കിൽ എല്ലാം ബേക്കറി എന്ന് പറയുന്നതല്ലേ നമ്മളെ കാലത്തെ ഏറ്റവും വലിയ ലക്ഷൂറിയസ് സ്നാക്കായത്. അപ്പം ഇത് കാണുന്നവർക്കെല്ലാം തോന്നുന്നുണ്ടാവും ശരി തന്നെയല്ലേ എന്ന്. കാരണം നമ്മളെല്ലാം കാലത്ത് കർക്കിടകമായാൽ ഇത് അങ്ങോട്ടേന്ന് കൊണ്ടുത്തരൂ, ഇപ്പുറത്തുനിന്ന് കൊണ്ടുത്തരൂ, അപ്പുറത്തുനിന്ന് കൊണ്ടുത്തരൂ, നമ്മളും കൊണ്ടുകൊടുക്കും. ഒരാൾ കൊണ്ടുവന്നാൽ നമുക്കിത് കൊണ്ടുകൊടുക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മളെല്ലാം ചെറിയടുത്ത്. ഇത് ഭയങ്കരമായിട്ട് ഒരു ഇപ്പവും അതുകൊണ്ട് ഇക്കൊല്ലത്തെ ഈ കോവിഡിൻ്റെ ഇടയിൽ എന്തെന്നാന്നൊന്നും അറിയില്ല. ഇക്കൊല്ലം ആരും ഇടിക്കലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും അവരവരെ വീട്ടിൽ നിന്ന് തന്നെ ഇടിച്ച് തിന്ന് പൂതി മാറ്റിക്കോളി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായത്. ഇതിലാണെങ്കിൽ എണ്ണയും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ ഇതൊരു വിധമായി വരുന്നുണ്ട്. ഇതായി. ഇനി ഇത് മാറ്റി മറ്റേ ബാച്ചും കൂടി വറുത്തെടുക്കാം. എല്ലാം ആയിട്ടുണ്ട്. ആയി. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് തണിഞ്ഞിട്ടാണേ പൊടിക്കാവുന്നല്ലേ. മിക്സീൻ്റെ പണി തീർന്നു. തണിഞ്ഞാൽ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. ഒരു റവ പദത്തിലാണ്. അധികം പൊടിഞ്ഞാൽ തൊണ്ടേപ്പാറും, പിന്നെ കാലക്കടായിപ്പോൾ. പിന്നെ എന്നാൽ തീരെ പൊടിയാണ്ടും പറ്റൂലല്ലേ, കടിക്കണ്ടേ വരും. അന്നേരം ഒരു ഇടങ്ങാറാ. ഇത് നല്ലോണം 3 ബാച്ചായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അതാകുമ്പോൾ ഒത്ത പൊടിയെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. പൊടിച്ചെടുക്കട്ടെ. ലേശം പൊടിയൽ കുറവാണ്. അപ്പോൾ അടുത്തത് ഞാൻ നല്ലോണം പൊടിച്ചിങ്ങെടുക്കും. അപ്പോൾ ഇതും അതും എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ കറക്റ്റായിരിക്കും. ഇങ്ങനെ പണ്ടല്ലേ ഇത് ഒരളുന്നല്ലേ, ഇതെല്ലാം ഇപ്പം മിക്സിയിൽ നിന്നായതുകൊണ്ട് എല്ലാവർക്കും വേഗം കഴിയുന്നുണ്ട്. ഇനി തേങ്ങ അരക്കാം നമുക്ക്. തേങ്ങ വെള്ളമൊന്നും കൂട്ടറേ, തേങ്ങ മിക്സിയിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക. നല്ലോണം പൊടിയണം, പൊടിഞ്ഞ് വെള്ളം പോലെ ആയി വരണം. പക്ഷേ ഇത് മിക്സ് ചെയ്ത് അങ്ങനെ ആവില്ല, എന്നാലും നമ്മൾ ആകുന്ന പോലെ ആക്കിയെടുക്കാം. ആദ്യത്തെ ഒരു ബാച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അതിൻ്റെ കൂടി 1 ടീസ്പൂൺ ഇന്ദുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
നമുക്ക് സാധാരണ ഉപ്പും ചേർക്കാം. പിന്നെ അധികം എന്തുപ്പാണ് ഉപയോഗിക്കൽ. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, 5 ഏലക്കായ്. ഇതാണ് ഇതിൻ്റെ സാധനങ്ങൾ. ഇനി ബാക്കിയുള്ള തേങ്ങയും കൂടിയിലിട്ടിട്ട് നല്ലോണം നമുക്ക് അരച്ചെടുക്കുക. കുറച്ച് നിർത്തി അരക്കണേ. അപ്പാടെ ഒരൊറ്റ അരക്കൽ അരച്ചുവിടറ്. അങ്ങനെ അരിയൂല, മേലെ പൊന്തി അട നിൽക്കും. കണ്ടോ, ഇങ്ങനെ മേലെ പൊന്തി നിൽക്കും. ഒരരക്കൽ അരച്ചാൽ ഇങ്ങനെ മെല്ലെ നടുവിലേക്ക് തള്ളിയിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അരക്കുക. ഇതൊരുവിധം അരിഞ്ഞിന്, എന്നാലും പോരാ, ഒന്നും കൂടി അരട്ടെ. ഇത് ഒരു ഇത് അരിഞ്ഞിന്. ഇനി നമുക്കിതിൽ വെല്ലം ചേർത്തിട്ട് പൊടിക്കാനായി. നമുക്ക് കണ്ടോ, ഒരിരും കിട്ടുന്നില്ല. ഇതിങ്ങനെ കാണുന്നില്ലേ, ഇതുപോലെ നല്ലോണം കടിക്കാൻ കിട്ടറേ തേങ്ങ അങ്ങനെ കടിക്കുമ്പോൾ നമുക്ക് എന്തോ ഇടങ്ങാറായിരിക്കും. അത് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കിട്ടാത്ത വിധത്തിൽ അരിഞ്ഞാൽ വെല്ലം ചേർത്തിട്ട് ഓരോരോ തിരിച്ച് ഇതേപോലെ തന്നെ തട്ടി ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുക. അങ്ങനെ അരച്ചാൽ ഇതുപോലെ കിട്ടും. വെള്ളമൊന്നും ചേർക്കറേ, വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. തന്നെ നല്ല വെള്ളം പോലെ ആയി വരും. അതെല്ലാം കൂടി ഒരു പാത്രത്തിൽ ചേർത്ത് കൊടുക്കുക. ബാക്കിയുള്ളതും കൂടി ഒരു ബാച്ചും കൂടി ഉണ്ട്, കുറച്ചും കൂടി വെല്ലം അരച്ചെടുക്കാനുണ്ട്. അതും കൂടി അരച്ചെടുക്കാം. നെസ്റ്റു എന്തൊരു വാസനയാണെന്നറിയാം ഇതിങ്ങനെ ഇടുമ്പോൾ. പണ്ട ഉരളിനെ പിടിച്ച് മണത്തോക്കലുണ്ടായിരുന്നു നമ്മളെല്ലാം ചെറിയടുത്ത്. എവിടെ പോയാലും ഉരൽ പിടിച്ചൊരു മണക്കലുണ്ട്. ഓരോ കർക്കിടക മാസമായാലും. ഉണ്ട ഇടിക്കുമ്പോൾ അപ്പുറത്തിപ്പുറത്തൊന്നും ആയിരിക്കും നിന്നുകൂടി ഇരിക്കും. എല്ലാവരുടെയും ഒരു മണമായിരിക്കും. ഇത് രണ്ടാമത്തെ ബാച്ചും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ അരക്കണേ. അല്ലെ മിക്സി പോയിട്ട് പിന്നെ എന്നെ ചീത്ത പറയണ്ടായിരുന്നു. ഇത് ഇതിലൊന്നും നിൽക്കാൻ പറ്റുന്നില്ല. ഇനി വേറെ നല്ലോണം ഇളക്കി വലിയൊരു പാത്രത്തിൽ നിന്ന്. ശരിക്കും നമ്മൾ പണ്ടെല്ലാം പണ്ടെന്നല്ല, ഇപ്പോൾ നാട്ടിൽ ഒരു ഉരളിൽ തന്നെ ഇടിച്ചെടുക്കുക ചെയ്യുക. ആണുങ്ങൾ ഇടിക്കണം ഇത്. എന്നിട്ട് വേണം ഈ ഉണ്ടക്ക് ഉറപ്പ് കിട്ടണമെങ്കിൽ. എനിക്ക് സംശയമാണ്, ഉണ്ട ഇടിക്കുക എന്നാ പറയാം. ഞാൻ വിചാരിക്കും ഉണ്ട എന്തിനാ ഇടിച്ചാൽ പൊടിയായി പോവില്ലേന്ന് അല്ലേ. പക്ഷേ പണ്ടേ അങ്ങനെയാണ് പറയാം, ഉണ്ട ഇടിക്കുക. ഉണ്ടക്കുള്ള സാധനങ്ങളെല്ലാം ഇടിച്ചെടുക്കുന്ന ഉണ്ട. അങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ, സംഗതി നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമായതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ ഇടിക്കുക, തിന്നോ, അത്ര തന്നെ. ഇതെല്ലാം മിക്സി തന്നെ നല്ലോണം പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ട, നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ആദ്യം കാൽ കപ്പ് കുറച്ച് കൂടുതലും വേണം പൊടി. നമ്മൾ ആദ്യം കുറച്ച് അരി എക്സ്ട്രാ ഇട്ടിട്ടില്ല, ആ അരി അവിടെ ബാക്കി വെക്കുക. ബാക്കിയെല്ലാം ഇതിൽ മിക്സ് ചെയ്തിട്ട് നല്ലോണം കുഴച്ചിട്ട് നമുക്ക് ഉരുട്ടി വെക്കാം. പണ്ടെൻ്റെ അമ്മമ്മ ഉരുട്ടുമ്പോൾ ഞാൻ വിചാരിക്കും, അമ്മമ്മ ഭയങ്കര കഴിവുള്ള ഒരാളാണ്. നമ്മളിങ്ങനെ ദൂരെ നിന്ന് നോക്കുമല്ലേ ഉള്ളൂ, അടുപ്പിക്കൂല. ഇനി നമുക്കിത് ഉരുട്ടാം. അപ്പം ബാക്കിയുള്ള ഈ പൊടി ഉണ്ടല്ലോ അത് ഇതിലങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് അട വെച്ചിട്ട് അതിന് മേലെ ഇട്ട് കൊടുക്കണം. ഇതിലിങ്ങനെ പരത്തി അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്ന് ഉരുട്ടി വെക്കാം. ഏത് ഷേപ്പിലും കിട്ടും കേട്ടോ. പണ്ടല്ല അരീൻ്റെ ഉണ്ടാവും, 200 ഉണ്ടാവും, 1 കിലോ അരീൻ്റെ ഉണ്ട്, അങ്ങനെയല്ലല്ലേ. ഇപ്പം അതൊന്നുമില്ല. നമ്മളെല്ലാം പിടിയുണ്ട. പിന്നെ ഓരോന്നോരോന്നായി ഉരുട്ടി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മേലെ നല്ല പൊടി മേലെ തൂവി കൊടുത്താലാണ് നല്ലോണം മുറുകി കിട്ടുള്ളൂ.
ഏകദേശമായി വന്നിട്ടുണ്ട്. എന്താ ഒരു ടേസ്റ്റ് എന്നറിയോ? ലേശം ഞാൻ വായിൽ വെച്ച് നോക്കി, ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും കണ്ടല്ലോ, ഇനി ആരും ഉണ്ടാക്കുന്ന അറിഞ്ഞൂടാന്നൊന്നും പറയാറ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. ഉണ്ടക്കൊതിയന്മാർക്കെല്ലാം സമർപ്പണം. അടുത്ത ആഴ്ച വേറൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.